അത് ഇവിടുത്തെ കാറ്റടിക്കുന്ന ഇതൊക്കെ കൊണ്ട് കാണിക്കാം. കേരള വിഷയല്ലേണ്ണ? കേരള വിഷയം എനിക്കോ? ആ അതിനകത്താണോ? ഗൈസ് അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു ദ ടർഫ്. വെൽക്കം വന്നു. ആ ഓക്കെ ഓൾ ഗുഡ്. ഇത് എടാ എന്റെ നെറ്റ് പോയോ? ഹലോ ലെറ്റ്സ് ഗോ. നീലന്റെ ലൈവ് കണ്ട ഒരു POV കാണാൻ പറ്റുള്ളൂടാ. ചില്ലാവ് നമുക്ക് ഫുള്ള് കാണാലോ. നീലന്റെ ലൈവ് കണ്ട POV മാത്രമായി പോടാ. വെയിറ്റ് നമുക്ക് മൊത്തം കാണണ്ടേ? നമുക്ക് മൊത്തം ടർഫ് കാണണം. നീലൻ ഫേസ് ക്യാം എന്താണ് ഫേസ് ക്യാം നീലന്റെ POV നോക്കണം. ഓ ഫേസ് ക്യാമിൽ ചരിച്ച് കളിക്കുന്നത്. കീബോർഡ് പിടിച്ചേക്കുന്നുണ്ടാ പ്രാന്തൻ. ഇങ്ങനെ കീബോർഡ് പിടിച്ചേക്കുന്നത്. ഓ എന്റെ ഫേസ് ക്യാം ഇരിക്കുന്നുണ്ട് കാണത്തില്ലേ? കണ്ടാ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഇതെന്താ ലോഡിങ് ഇഷ്യൂ വരുന്നേ? ഇവരെന്താ അപ്പാപ്പനെയൊക്കെ ഇടിച്ച് കേറ്റാണ്. ടർഫ് സ്റ്റാർട്ടായോ? വീണ്ടും ടർഫ് സ്റ്റാർട്ട് ആയാലും 10 മിനിറ്റ് കഴിഞ്ഞാൽ അങ്ങോട്ട് ചെല്ലും. ഞാൻ ഇന്നാളെ ഫോൺ വിളിച്ചൊക്കെ പറഞ്ഞു സ്റ്റാർട്ടായിരുന്നു. ഓജി എല്ലാരും ഡാമേജ് ആയ വണ്ടികൾ റിപ്പയർ ചെയ്തോണ്ടിരിക്കുകയാണ്. നമ്മൾ എല്ലാ ദിവസവും ടർഫ് കാണുന്നത് അഡ്മിൻ POVയിലല്ലേ? ചില്ലാവോ പെട്ടെന്ന് എന്തിനാ മാറ്റണേ? ചില്ലാവ് നമുക്ക് എല്ലാം കാണണം. ഇങ്ങനെ ഒരാളുടെ POV നോക്കിയാൽ നമ്മുടെ ടീം കാണിക്കുന്ന മിസ്റ്റേക്സോ അതൊന്നും മനസ്സിലാവത്തില്ല ഗൈസ്. എല്ലാരും കളിക്കുന്നത് കാണണ്ടേ? പക്ഷെ പീക്ക് ടൈം ആയതുകൊണ്ട് ക്യാഷ് കേറാൻ പ്രശ്നം വരത്തില്ല. ഡൗൺലോഡിംഗ് ഇഷ്യൂ ഇല്ലല്ലോ. അപ്പാപ്പം പെറ്റിക്കോട്ടിരുന്ന ദിവസമല്ല എന്തെങ്കിലും അല്ല. ഇതിനിപ്പോ ഇങ്ങനെ ചെയ്താലും ഉണ്ടല്ലോ നമ്മുടെ 3 പേരും അവരുടെ 3 പേരും ഇല്ല ടർഫില്. ബാക്കി 9 പേരും വെച്ച് വണ്ടി ഇടിച്ച് ചാവുമല്ലോ. ഇറ്റാച്ചിക്ക് നീലൻ എവിടെ പോണം കേട്ടോ? എവിടെയോ പോണം കേട്ടാ. ഓജി വാറുണ്ട് ഇപ്പൊ ചാവും. എന്റെ കളിയോ ശ്രദ്ധിക്കുന്നില്ലേ? ഹലോ എടാ ഓജി സാൽ ചത്തിരുന്നെങ്കിൽ ചരിത്രമായിരുന്നു. ചരിത്രം എടാ അവന്മാർ എങ്ങനെ രക്ഷപ്പെട്ടെ? എവിടെയാ വാറുണ്ണി ഇപ്പോഴും അറിഞ്ഞിട്ടില്ല. ഹെൽത്ത് പോയ ഇവന്മാർ അറിഞ്ഞിട്ടേ ഇല്ല. വെടിവെച്ചല്ലോ വന്നേ. ഇതെന്തോ ഇത് 10 HP ഇവരെന്താ ഹീലിയാത്ത? ഇവരറിഞ്ഞില്ലേ? ലൈഫ് പോയാലും അറിഞ്ഞിട്ടില്ല കേട്ടാ. FRP അല്ലല്ലോ. FRP ഒന്നും അല്ല. എടാ ജസ്റ്റ് മിസ് കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് പുതിയൊരു സാധനം കണ്ടേനെ. വണ്ടിക്കകത്തിരുന്ന് ചാവുന്ന ഒരു സിനാരിയോ നമുക്ക് മിസ്സായി പോയി. സത്യല്ലേ? POV ബഗ് ആണോ? അല്ലല്ലോ POV ബഗ് അല്ലടാ. അമ്മ ഓൾറെഡി അമ്മ ലൈഫ് അടിച്ചു കണ്ടാ. റിക്രൂട്ട്മെന്റ് കഴിഞ്ഞോ? ഇല്ല ഇതിന് ശേഷം ഞാൻ അയച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച മാറ്റിയിട്ട് കേറിയിട്ടുണ്ട്.
അവരുടെ 2 വണ്ടികൾ ഇവിടെ ഉണ്ട്. നമ്മൾ ബാക്കി നോക്കുകയാണെന്ന് അപ്പൊ ഇനി എല്ലാരും ഓർത്തിരുന്നോ, വണ്ടിക്കകത്തിരുന്ന് ഇടി മേടിച്ചാൽ ഓക്കെ. സോൺ ഷിഫ്റ്റ് ചാവും. വന്നിട്ട് ആരെയും അവര് ചത്തുപോകും. ഇപ്പം അവര് സോൺ ഷിഫ്റ്റ് ആവുന്നതിന് മുന്നേ ഓജി കേറുമോ സോണിൽ? നീ കമന്ററി പോയി മന്ദാരം വീട്ടിലൊന്നും ഇല്ല ബ്രോ, അവൻ എറണാകുളത്ത് സ്നൈപ്പിന്റെ ഓജിയുടെ അടുത്താ. വണ്ടികൾ എത്തിയിരിക്കുകയാണ്. 3 വണ്ടികളാണ് ഇവിടെ ഉള്ളത്. നമ്മൾ നോക്കുവാണെങ്കിൽ അവരുടെ ഓൾമോസ്റ്റ് എല്ലാ അവിടെ ഓജി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയില്ല. ഞാൻ വിചാരിച്ചു ഓൾമോസ്റ്റ് ഓജി അവിടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമെന്ന്, ബട്ട് ഓജി അവിടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയില്ല. ഓക്കെ, അവരെ പിറ്റ് ചെയ്ത് അകത്തോട്ടിട്ട് കൊടുക്കുന്നുണ്ട് അവിടെ. ഓജി വീണ്ടും ഈ ഒരു ഏരിയയിൽ നിന്ന് ആരെങ്കിലും ഡൗൺ ആയില്ലല്ലോ, ഡൗൺ ഒന്നും നീലൻ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. നല്ല രീതിയിൽ ആ വണ്ടിക്ക് ടാഗ് വന്നിട്ടുണ്ട്. അവരെ ഒരു വണ്ടി ഓക്കെ, അവരുടെ വണ്ടികൾ വീണ്ടും ഡാമേജ് ആയി. അവർ മോസ്റ്റ്ലി ഫോൾ ബാക്ക് ചെയ്യാനുള്ള ഒരു ചാൻസ് ആണ് നമ്മളിവിടെ കണ്ടോണ്ടിരിക്കുന്നത്. അടുത്ത സോണ് ഷിഫ്റ്റ് ആയിരിക്കുകയാണ്. സോണ് വീണ്ടും ചെറുതായിട്ടുണ്ട്. ഓജി ഒരു സോൺ എൻട്രി എടുക്കുമ്പോൾ നമ്മൾ കണ്ടറിയേണ്ടത് ജുഗ്രുവിന്റെ വണ്ടി അവരവിടെ ലോക്ക്, ഇറ്റാച്ചിയുടെ വണ്ടി അവരവിടെ ലോക്ക് ചെയ്തു, ചരിച്ച് ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇറ്റാച്ചി തിരിച്ചു പൂട്ടി കേട്ടോ. പിന്നെ 4 വണ്ടി കൊണ്ടേലും ഒരുത്തം മതിയത്. ഇറ്റാച്ചിയൊക്കെ അവിടുന്ന് പറന്നതാ. വിസിബിൾ ആയിട്ടുള്ള അവർ ഒരു വണ്ടി എവിടെ പോയെന്ന് ഒരു ഐഡിയ ഇല്ലല്ലോ. സിമ്പിൾ ആയിട്ട് പോയി പോയിട്ടായിരുന്നത്. ഇവര് വെളിയിൽ കിടന്ന് അടിച്ച് ചാവും. എന്റെ മൈക്ക് വേറെ ബ്രോ, മൈക്ക് വേറെ. ഇനിയും സോൺ എൻട്രി എടുത്തിട്ടില്ല. സോജി അവിടെ സോൺ എൻട്രി എടുക്കാനുള്ള ട്രയലാണെന്ന് തോന്നുന്നു. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോജിയുടെ 2 വണ്ടികൾ മാത്രം. ചന്ദ്രൻ എന്താ ലൈവിൽ? ചന്ദ്രൻ മലേഷ്യയിൽ പോയേക്കുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു സോൺ അവിടെ നഷ്ടപ്പെടുന്നതായിരിക്കും. അവന്റെ ജിമ്മേറ്റ്സിന്റെ കൂടെ മലേഷ്യ പോയേക്കും. ഓൾറെഡി ആ ഏരിയകളിലെല്ലാം പൊസിഷൻ എടുത്തിട്ടുണ്ട് അവർ. ന്യൂ പി സി അല്ല. ഹലോ ഹലോ എടാ, ഇവിടെ ആരല്ലോ സംസാരിക്കൂ. ഹലോ 20 മിനിറ്റ് ഓജി ഒരു വട്ടം പോലും സോണിന്റെ അകം കണ്ടിട്ടില്ല. അവര് ഉടനെ തന്നെ സോണിന്റെ അകത്ത് വന്നില്ലേ? എല്ലാവർക്കും വന്നില്ലേ? കേറേണ്ടതാണെന്ന് ബാക്കപ്പ്. അവര് കടയിൽ നിന്ന് വന്ന ബാക്കപ്പ് പി സിയാ. മറ്റേ എന്റെ പി സി ഇതുവരെ എടുത്തോണ്ട് വന്നിട്ടില്ല, മനസ്സിലായ? ഒരിക്കലും അറിയാത്ത വണ്ടി ദിവന്മാരെങ്ങനെ മറിച്ച് അതെവിടെ പോയി? സ്ക്രീൻ ഷെയർ അത് ഇവനെ ഉറക്കുവാന്നോടാ. എവിടെ പി സി പെട്ടെന്ന് ക്രാഷ് ആയി ഗൈസ്. വീരന്റെ സൗണ്ട്. വീരന്റെ സൗണ്ട്. ഇവൻ കിടന്ന് വീരുവേ മിണ്ടാതിരുന്ന. ഇത്രയും നാള് കൊരക്കാത്തവൻ ഇന്ന് കൊരക്കണം. മിണ്ടുന്നുണ്ട്. ഗൈസ് എല്ലാവർക്കും വെൽക്കം ബാക്ക്. ഡിസ്കോഡിൽ ഇരുന്ന് ഡെഫറാണോ നോക്കുക? ഡിസ്കോഡ് ഡിസ്കോഡിൽ ഇല്ലേ? ഗൈസ് തിരിച്ചു വന്ന് വെളിയിൽ ഒരു ബോർഡ് വെക്കണം എനിക്ക്. ബിവെയർ ഓഫ് വീരു, ഹൈലി അഗ്രസീവ് ഡോഗ്. ഞാൻ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്, ഉടനെ വെക്കും എന്റെ വീടിന്റെ ഫ്രണ്ടിൽ. ഓജിയുടെ ഒരു പ്ലെയർ ക്രാഷ് ആയി പോയി. ഫോട്ടോ വെക്കും. ഞാൻ ചാവും ഇപ്പൊ. കേവിയ ടർഫ് വെക്കാവോ? പിന്നെന്താ കേവിയുടെ ടർഫ് വെക്കാം. അതിനായിട്ട് സിറ്റിയിൽ ആരെങ്കിലും അടി ഉണ്ടെങ്കിൽ അവരുടെ കാണാം, എല്ലാം വെക്കാം. ടിവിയുടെ കാണുന്നില്ല. ജാക്സ്ലാൻഡിസിൽ അഡ്മിൻ ആണല്ലോ. എല്ലാവർക്കും വെൽക്കം ബാക്ക്. ക്വാളിറ്റി ലോസ് ഉണ്ടല്ലോ നല്ല. 1080 ഇട്ടിട്ടും ഭയങ്കര. ഇവിടെ സർവറിന്റെ ഡിസ്കൗണ്ട് ഇരുന്ന് കളിക്കണം അറിയത്തില്ലേ? അതെ നിങ്ങളുടെ ഡിസ്കൗണ്ടിലല്ല. ആണോ? ലൈവ് റീസ്റ്റാർട്ട് വേറെ വഴിയില്ല. എന്റെ പി സി ക്രാഷ് ആയി പോയതാ. ഒരു പ്ലെയർ എടുത്ത് കത്തിപ്പോയി പറഞ്ഞില്ലായിരുന്നോ? നീ ഇപ്പൊ വരുമെന്ന് ചോദിച്ചില്ലായിരുന്നോ? അതേപോലെ തന്നെ പറഞ്ഞാൽ മതി. അവിടുന്ന് ആ ഡിസ്കോഡ് അല്ല, എക്സാൻഡിന്റെ ഡിസ്കോഡ് വരാൻ പറഞ്ഞാൽ മതി. അതെ എന്നിട്ട് ഡെഫിനറ്റ് അടിച്ചിരിക്കണേ. ഇൻ ഗെയിം റേഡിയോയും കമ്മ്യൂണിക്കേഷൻസ് യൂസ് ചെയ്യാം കേട്ടോ.
അവൻ പോട്ടറാ. ഓക്കെ ഇവിടെ പിറ്റിംഗ് വീണ്ടും നടക്കുന്നുണ്ട്. അവർക്ക് അറിയത്തില്ല ഗൈസ്, അവര് ടർഫ് ആദ്യമായിട്ടാണ് കളിക്കുന്നത്, അതുകൊണ്ടുള്ളൊരു പ്രശ്നം. ഇവിടുത്തെ അഡ്മിൻസ് ഒക്കെ നിക്കുന്നത് ഇത് കണ്ടാ അടിച്ച് കളിപ്പിക്കണം മര്യാദക്ക് മര്യാദ പഠിപ്പിക്കണം. പ്രശ്നങ്ങൾ വരും, അത് കാര്യമാക്കണ്ട. തമാശക്ക് പറഞ്ഞാണ് കേട്ടോ ഞാൻ, അത് കാര്യമാക്കണേ. പക്ഷെ ഡിസ്കൗണ്ട് കളിക്കുന്നത് പറഞ്ഞ കാര്യമായിട്ടാണ്. ഓക്കെ, അവരുടെ പ്ലെയർ വന്നിട്ടുണ്ട്. പുള്ളി ഹീൽ ചെയ്യാണെന്ന് തോന്നുന്നു. അവര് വന്ന് ഉടനെ തന്നെ പിക്ക് ചെയ്യുന്നതായിരിക്കും. പഠിച്ചേനെ ഇറങ്ങി സത്യല്ലേ അണ്ണൻ പ്രൗഡ് ഓണർ. എന്റെ സെർവറാണ് മനസ്സിലായോ? ചിലരുടെ ഗെയിം ക്യാപ്ചറിന്റെ അകത്ത് ഡെസ്ക്ടോപ്പ് ബോഡി ഒന്നും ഇല്ല. ഞാൻ നോക്കുമ്പോ സംസാരിക്കുന്നുണ്ട്, പക്ഷെ ഡെസ്ക്ടോപ്പ് ബോഡി ഇല്ല. ആരൊക്കെയാണ് ന്യൂ റിക്രൂട്ട്സ്? ചെവി പറഞ്ഞു അവിടെ എല്ലാരും വെയിറ്റ് ചെയ്താ കള്ളൻ 96 അല്ല അബക്കോല്ലാത്തൊരു അപ്പോഴാ അതാ ഈകള് അവനറിയാമെന്ന് അറിയത്തില്ല. എനിക്കറിഞ്ഞോ അതല്ലേ ഇതാരാ? ഓക്കെ, അപ്പോ റേവൻ ഹെയ്സ് എല്ലാവർക്കും മോബി ഇയർഫോൺസ് വെച്ചിട്ടുണ്ട് അണ്ണൻ പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇവര് പിറ്റ് ചെയ്ത് മടുത്തെന്ന് തോന്നുന്നു ടിവിയെ. അവര് ഓജിനെ ഇപ്പോൾ കുറച്ചായിട്ട് വെറുതെ വിട്ടിരിക്കുകയാണ്. ഇനി അടുത്തൊരു സോൺ ഓൾറെഡി ഇപ്പോൾ വരുന്നതായിരിക്കേണ്ടതാണ്. യെസ്, ഓൾറെഡി ഷിഫ്റ്റും ആയിരിക്കുകയാണ്. രണ്ടാമത്തെ സോൺ വന്നു, ഷിഫ്റ്റുമായിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓജിയുടെ പ്ലേയേഴ്സ് ഇനിയും സോൺ ഇൻ കേറിയിട്ടില്ല. അവർ മേ ബി ഏതെങ്കിലും ഒരു ആംഗിളിൽ കൂടെ കയറുമെന്ന്. തിരിച്ചു വരുന്നുണ്ട്. ഓക്കെ, ഓജി ഒരു കമ്മിറ്റ് അവളങ്ങനെ സ്ഥിരം ആർപ്പിൽ ഉണ്ടാവില്ല ഗൈസ്. അവളെ സ്ഥിരം ആർപ്പിൽ ഉണ്ടാവില്ല. അവളങ്ങനെ കളിക്കത്തില്ല. ഓൾറെഡി എന്നോട് പറഞ്ഞായിരുന്നു. ആണ്ടിലൊരിക്കൽ വരും പോകും, അത്രേ ഉള്ളൂ. സോൺ നല്ല രീതിയിൽ ചെറുതായിരിക്കുകയാണ്. ഒരു വിഷമം എനിക്കത് വിഷമളിയാ. വണ്ടികൾ എന്റെ ഇപ്പൊ ദേവൂട്ടനും എന്റെ വൈഫ് പോലെയാണ് എന്റെ ലോകം. വണ്ടികൾ വേറെ പല ആംഗിളിലോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. എനിക്കത് വിഷമം. എനിക്ക് ആര് കാര്യം ആർക്കും വിഷമം. അത് വിയർപ്പല്ല, കണ്ണീരാ. ഓജിയുടെ 3 വണ്ടികൾ ഓൾറെഡി ഈ ഒരു ഏരിയ കവർ ചെയ്തോണ്ടിരിക്കുകയാണ്. ബ്രോ കയ്യിൽ ഇപ്പോ ഒരു പനി വന്നിട്ടേ കഴിച്ച് ഈ ചുമ ഒരു തരത്തിൽ പോണില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ നശിച്ച പനി വന്നിട്ടുണ്ടോ? ദൈവമേ, ചുമച്ച് വെച്ച് ഡോൾബി അറ്റ്മോസിലായി ഇപ്പൊ ചോദിക്കുന്നത്. കണ്ണനും ഈ സെയിം പ്രശ്നം. യെസ് സെയിം വന്നു. അയ്യോ അതെ എന്റെ അമ്മ, ആ വണ്ടർലേന്ന് കിട്ടിയതാടാ എനിക്ക്. ഓക്കെ, ഓജിയുടെ വണ്ടികൾ വീണ്ടും ആ ഒരു ഏരിയയിൽ ഫിറ്റിംഗ് വന്നു ഇപ്പോഴും പോയിട്ടില്ല. എല്ലാം കുറെ പേരുണ്ടല്ലോ. ഇപ്പോഴേക്കും ഒരു സന്തോഷമായത്. എനിക്ക് ഇപ്പോഴാണ് ഒരു സന്തോഷമായത്. ഞാൻ മാത്രമല്ലല്ലോ. കമ്മിറ്റ്മെന്റ് എവിടെ കാണാൻ സാധിക്കുക എന്ന് നമുക്ക് അറിയില്ല. ടിവിയെ ഓൾറെഡി പൊസിഷൻസ് എടുത്തിട്ടുണ്ട്. ജൂഡ് ഈ ഒരു ബിൽഡിങ്ങിന്റെ മണ്ടയ്ക്ക് എടുത്തിട്ടുണ്ട്. ഇവരാരും ഇതുവരെ ഇതിനകത്ത് കേറിയ പോലും ഇല്ലേ? 2 വീക്ക് ആയെന്നോ? അത്ര ആയല്ലേ? 1 മന്ത് ആകുന്നു. എടാ ഇപ്പൊ പുതിയൊരു വൈറസ് വന്നല്ലോ. എന്തോ പേര്? ഷിഗല്ലേ? ആ, അത് പത്തനംതിട്ടയിൽ ആർക്കോ കൺഫേം ആയെന്ന്. കമ്മിറ്റ് ചെയ്യാൻ പോകുന്നത് നമുക്ക് അറിയത്തില്ല. ഓജി സ്റ്റിൽ കൺഫ്യൂസ്ഡ് ആണ്. അവര് വയറൊക്കെ ഷർട്ടിലൊക്കെയാണ് അതിന് വരണേ. ഇനിയും സോണ് ബാക്കിയുണ്ട് നമുക്ക്. 1 ഇയർ കഴിഞ്ഞ് നിനക്ക് വേറെന്തോ പ്രശ്നമാണോ? 1 വർഷമായിട്ട് ചുമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ആശുപത്രി കൊണ്ട് കാണിച്ചേ. ഒരു വർഷമായിട്ട് ശിവണ്ടി ആൾക്കാർക്ക് ഇവിടെ പക്ഷെ എന്ന് പറഞ്ഞ തെറി തെറി പറയുന്ന ആളാണെങ്കിൽ വൈറസ് അല്ല ബാക്ടീരിയ ആണെന്ന്, അല്ലെങ്കിൽ ടൈം ഔട്ട് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക്. അതുകൊണ്ട് എല്ലാം ഏകദേശം ഒരേ ഇതിൽ വരുന്ന പരിപാടികളാണ്. വേപ്പൂള്, പബ്ലിക് ടോയ്ലറ്റ്. സത്യമാടാ, സത്യം.
ഈ എലി ഉണ്ടല്ലോ, എലി എന്റെ അടുത്ത് പറയുവാണ് ഏതോ ആന്ധ്രയിലെ അമ്മാവൻ ഞാൻ അവിടെ ഇരുന്ന് വെള്ളത്തിൽ കളിച്ച സമയത്ത് ഞാൻ ദേവൂട്ടന്റെ ഭാഗ്യത്തിന് പരിയൊന്നും വന്നില്ലെന്നുള്ളൊരു ആശ്വാസം. ഞാൻ ഇങ്ങനെ വെള്ളം ചെപ്പി കളിച്ചപ്പോ എലി പറയാണ് ഒരു ആന്ധ്ര അമ്മാവൻ അവിടെ ഇരുന്ന് മുള്ളുമായിരുന്നെന്ന്. ഞാൻ അതാണ് ഇങ്ങനെ കൈയൊക്കെ ഇട്ട് അടിച്ചു പൊളിച്ച്. ഇറ്റാച്ചിയുടെ വണ്ടി അവർക്ക് ജസ്റ്റ് മിസ്സായി, പക്ഷെ നീലന്റെ വണ്ടിക്ക് നീലന്റെ വണ്ടി അങ്ങനല്ലടാ, മുള്ളെന്ന് പറഞ്ഞത് അവിടെ ഇരുന്ന് അവള് വെള്ളത്തിൽ ഇറങ്ങിയില്ല, അവൾ ഇറങ്ങിയില്ലെന്ന്. തെറിച്ച് താഴോട്ട് പോയിട്ടുണ്ട്. പക്ഷേ കുഴപ്പമില്ല, ഞാൻ മാത്രമേ കണ്ടുള്ളൂ, വേറെ ആരും കണ്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അത് പോട്ടെ, സാരമില്ല. അപ്പോൾ എവിടാണ് ഓജി കമ്മിറ്റ് ചെയ്യാൻ പോകുന്നത്? 18 മിനിറ്റ് ബാക്കി നിൽക്കേ. ഓജി കമ്മിറ്റ് ചെയ്യാൻ ഓജി സിംഗിൾ ആണ്. ഫുൾ ഒരു കമ്മിറ്റ്മെന്റ് നമുക്ക് കമ്മിറ്റ് രണ്ട് സൈഡിൽ നിന്നുള്ള അറ്റാക്കാണ് ഓജി പ്ലാൻ ചെയ്തോണ്ടിരിക്കുന്നത്. അറ്റ് എ ടൈം ഇവിടെ നിന്നും അറ്റ് എ ടൈം അവിടെ നിന്നത് അറ്റാക്ക് ചെയ്യാനുള്ള ഒരു പ്ലാനാണ് ഓജി തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ഏത് നിമിഷവും നമുക്ക് ഓജിയുടെ വക ഒരു അഗ്രസീവ് അറ്റാക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ടിവിയുടെ വണ്ടികളെ വിളിച്ചോണ്ട് ഓജിയുടെ റിപ്പയർ ചെയ്യാൻ. ഇതെന്താ ഇവരെന്താ ഇതിനകത്ത് കേറാത്ത? ഇവര് വണ്ടി ഓടിച്ച് കളിക്കണേ. കുറെ ദിവസം ഇതാണ് നമ്മളും പറഞ്ഞോണ്ടിരിക്കുന്നത്. റിപ്പയർ ചെയ്യും, നമുക്ക് ഇത് കണ്ടോണ്ടിരിക്കാം. മറ്റേ കണ്ടി ഇവിടെ കാണാൻ പറ്റുന്നത്. ഓ ഇല്ല, നമുക്ക് റിപ്പയർ ചെയ്ത് അവര് കെട്ടിപ്പിടിച്ച് റിപ്പയർ ചെയ്യണ്. കഴിഞ്ഞ ടർഫിലെ പയ്യൻ പറഞ്ഞ് പ്ലീസ് ഇടിക്കല്ലേന്ന് നമ്മളെ പിള്ളേരുടെ അടുത്ത് വണ്ടി ഉണ്ട് ആണാ പ്ലീസ് എന്ന് വരെ പറഞ്ഞ്. ഇതെന്താ ഈ അപ്പാപ്പൻ ഇടക്കിടക്ക് സെർവറിൽ ഓരോ പണി ചെയ്യുവോ സെക്കൻഡ് മോണിറ്ററില് പിള്ളേർ ചെയ്തു വെച്ചിരിക്കുന്നത് എന്തോ. ഇപ്പൊ ഒരു സ്വിച്ച് ഞെക്കി ഓഫ് ആക്കി, ഇപ്പൊ സെർവറും ക്രാഷ് ആവും. ആരും അവർ ഡെവലപ്പ് ചെയ്ത് വെച്ചിരുന്ന സന്തോഷ് സാധനം പുള്ളി ഞെക്കി ഓഫ് ചെയ്ത് ഇപ്പൊ സെർവർ ക്രാഷ് ആവും. ഇതിലൊരു ഡോട്ടിന്റെ ആവശ്യം, ഇതിൽ എക്സ്ട്രാ ഒരു കോമ നടക്കണം. ചാൻസ് ആണ് എക്സാൻഡിസിൽ ഗ്യാങ് ആവാൻ. മനസ്സിലായോ? നിങ്ങൾക്ക് ആക്ടിവിറ്റി കാണിക്കാൻ പറ്റും, നിങ്ങൾക്ക് ആക്റ്റീവ് ആവാൻ പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാൻഡിസിൽ ഗ്യാങ് ആവാം. നമ്മള് ഗ്യാങ് സ്ലോട്ടിനോ ഗ്യാങ് ആപ്ലിക്കേഷനോ ഒന്നും ആരുടെ കയ്യിൽ നിന്നും പൈസയോ കാര്യങ്ങളോ ഒന്നും വാങ്ങാറില്ല. ഫ്രീ ആപ്ലിക്കേഷൻ ആണ്, ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. മാത്രം കാണിച്ചാൽ മതി. ആക്ടിവിറ്റി കാണിക്കുന്നവർക്ക് ഇവിടെ ഗ്യാങ് ആയിട്ട് കളിക്കാം. പിന്നെ അത് പൈസ കൊടുത്ത് മേടിക്കാനും പറ്റൂല, അങ്ങനെ ഒരു കാര്യം ഉണ്ട്. അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിന് ഉത്തരവാദികൾ സെർവർ അല്ല, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു ഗ്യാങ്ങിന് ഇവിടെ ആക്ടിവിറ്റി കാണിച്ച് ഗ്യാങ് സ്ലോട്ട് എടുക്കാൻ പറ്റാത്ത പക്ഷം അത് ഒരിക്കലും സെർവറിന്റെ പ്രശ്നമല്ല. ടാർഗറ്റ് ചെയ്തുണ്ട്. ഇതെന്താ പുള്ളിയുടെ ലൈവിന്റെ ആണോ എന്റെ നെറ്റിന്റെ ആണോ ഇത്? അല്ല നിന്റെ വീണ്ടും പോയി. ഈ തവണ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് അപ്പോൾ നമുക്ക് ഉടനെ തന്നെ ഒരു മേളോട്ടം കേറുന്നില്ലല്ലോ. കാണോ കാണോ കേട്ടുമോനെ താഴോട്ടിട്ടിരിക്കുകയാണ് ആ ഒരു ഫൈറ്റിൽ. എന്റെ നെറ്റ് ഇടയ്ക്ക് ബഫർ ആവുന്ന മഴയല്ലേ ഇവിടെ, ഇവിടെ മുടിഞ്ഞ മഴ. കുട്ടിദാസ് ആണെന്ന് തോന്നുന്നു. ന്യൂ ലൈവ് ആയിട്ട് വന്നു. ന്യൂ ലൈവ് ഒന്നും അല്ല, കുട്ടിദാസ് അല്ലേ? ഓജി കയറിയോ? നീന വണ്ടി നിർത്തിയിട്ടേക്കുവാ തോന്നുന്നു കേട്ടോ. നിർത്തിന്റെ വണ്ടിയിൽ ഇടിക്കുന്നതെന്ന്. ആ ഇറ്റാച്ചി വേഴ്സസ് കുട്ടിദാസ് ആണ് നമ്മളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത്. ഞാൻ സർവർ ഉണ്ടാക്കാൻ പോയത് ബ്രാവോന്റെ മുളയിലെ നുള്ളി.
വീണ്ടും പോയോ നെറ്റ്? റോക്കറ്റ് ലീഗാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. റോക്കറ്റ് ലീഗിലെ ഒരു മത്സരമാണ് നമ്മൾ മുളയിലെ നുള്ളിന്ന് ലവ് ഫ്രം ന്യൂ ലൈവ്, വീണ്ടും ന്യൂ ലൈവ് ആയിട്ട് വന്നോളിയാ. സർവർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു അല്ല ഇത് നീ 13 മിനിറ്റ് അല്ലേ ആയുള്ളൂ നീ പുതിയ ഇതിട്ടിട്ട്? ഇതല്ല നേരത്തെ പുതിയത് തൽക്കാലം മൊത്തത്തിലൊന്ന് ആ 13 ലൈവ് അത് ഓൾറെഡി നിങ്ങൾക്ക് ഇങ്ങനെ പറയണേ. നിർത്തിച്ചേ. രണ്ടാമത്തെ ലൈവ് അല്ലേ, PC ക്രാഷ് ആയതിനു ശേഷം രണ്ടാമത്തെ ലൈവ് വന്നേ. എല്ലാം ക്ലിയർ ചെയ്ത് ഇവിടെ. നിങ്ങൾ ടർഫിനെ പറ്റി ടർഫ് കാണൂ, ടർഫ് എൻജോയ് ചെയ്യൂ, വേറെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കൂ, അത്രേ പറയാനുള്ളൂ. അത് ബഗ്ഗാ ഗൈസ്, അത് ബഗ്ഗാ. അത് ബഗ്ഗാ 47 മിനിറ്റ് നിങ്ങൾക്ക് കാണിക്കുന്ന ബഗ്ഗാ ഗൈസ്. പോയി ഉറങ്ങിയോ? ഇല്ല, വണ്ടി റിപ്പയർ ചെയ്ത ചേട്ടാ. ഇവിടെ അടിയോ, ഇവിടെ അടിയോ. വീഡിയം യുടെ വക OG റാവൻസിന് വീഡിയം വന്നിരിക്കുകയാണ് ഗായ്സ്. ടർഫ് OGക്ക് കിട്ടിയിരിക്കുകയാണ് സക്സസ്ഫുള്ളി. മണി ടർഫ് അങ്ങനെ OGക്ക് പോയിരിക്കുകയാണ്. നമ്മളിപ്പോൾ കണ്ടത് ടർഫ് ടിവിയെ OGക്ക് കൈമാറുന്ന കാഴ്ചയാണ് നമ്മൾ. അങ്ങനെ ഉണ്ടോ? ഇല്ലല്ലോ, ചാവണ്ടേ ആള്. ഇത് മൊണോപ്പൊളിയാണല്ലേ? ഇങ്ങനെയൊക്കെ പറഞ്ഞു വിട. ഞാൻ എന്റെ സെർവറിൽ ഇങ്ങനെയൊക്കെ വരല്ലേ. നല്ല പയ്യനായിട്ട് നല്ല നീ ഏറ്റെടുത്ത് ചെയ്യാവോ ഇതെല്ലാം? ടിക്കറ്റ് വലിക്കുക, ബാക്കി അവര് പക്ഷെ എനിക്ക് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ എടുത്ത് പേരിൽ എഴുതി കൊടുക്കും. അത് അല്ല, ഓണർഷിപ്പ് തരില്ല, അഡ്മിൻ സ്പെക്ക് മാത്രം. വണ്ടിയിൽ 4 പേരുണ്ടെന്ന് അറിയാതെ ആ വണ്ടിയിൽ കയറാൻ വേണ്ടി ആ വണ്ടിയിലുള്ള ആരെങ്കിലും നിക്കോനോട് പറഞ്ഞു കൊടുക്കുക, നിക്കു ആ വണ്ടി ഫുള്ളാണെന്നുള്ള കാര്യം. നിക്കുവിനോട് ആരോ പറഞ്ഞിട്ടുണ്ട്. നിക്കു ആ വണ്ടി മാറി 3 പേരുള്ള വേറൊരു വണ്ടിയാണ്. അങ്ങനെ OGയുടെ OGക്ക് 3 വണ്ടിയുണ്ട്. ദാനം കൊടുത്തു കളയേ. റിപ്പയറിലുണ്ട്. ടൈം ഔട്ട് ആയിരിക്കുകയാണ്. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്തൊരു വണ്ടി ഇടിക്കുക, റിപ്പയർ ചെയ്യുക, റിപ്പീറ്റ്. വണ്ടി ഇടിക്കുക, റിപ്പയർ ചെയ്യുക, റിപ്പീറ്റ്. വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതാണ് ടർഫ്. എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് തീരുമാനിച്ചു. ലാസ്റ്റ് പണ്ടത്തെ ടർഫൊക്കെ ഓർമ്മയുണ്ടോ അളിയാ? ബൈ ഫൂട്ടൊക്കെ കേറി സമയം വന്ന് കേറിയുള്ളൂ. വണ്ടിയൊക്കെ കൊണ്ട് ലോറി വെളുത്ത വണ്ടിയൊക്കെ ഓൾറെഡി അവിടെ എല്ലാവരും ബൈഫൂട്ടിൽ ഇറങ്ങി നല്ലൊരു സ്പ്രേ വരുന്നുണ്ട്. ഈ ഒരു ഏരിയയിലോട്ട് OGനെ കയറ്റുമെന്ന് തോന്നുന്നില്ല. OG എവിടെയാണ് കയറാൻ പോകുന്നത്? ഒന്നാമത്തെ കാര്യം, അവർക്ക് എവിടെ കുത്താൻ സ്ഥലമില്ല. നിങ്ങൾ നോക്കി സോൺ ഷിഫ്റ്റും നടന്നിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ അവസാനം ഷിഫ്റ്റും വന്നു. ഇനിയിപ്പോൾ ഉള്ള ഈ ഏരിയയിലോട്ട് വേണം OG കാർ വന്നിറങ്ങാൻ. അയ്യോ, ഇവിടെ എവിടെ വണ്ടി കുത്തിയാലും കുത്തുമ്പോ തന്നെ രണ്ടുപേരും ഇറങ്ങും, രണ്ടുപേരും ചാവും. ഇനിയിപ്പോ അവര് കുത്താതെ വണ്ടി ചാവാണ്ട് ടർഫ് തീരുവോ? എന്താ അങ്ങനെ ഇരിക്കണോ നടക്കാൻ പോണേ? എന്തായാലും ടർഫ് ഇട്ടില്ല, ഇടിച്ച കേട്ടറാ അവരെ. എന്തായാലും അഹങ്കാരം റോഡിൽ ഇടിച്ചേറ്റ്. അവർക്ക് റോളൊന്നും ഇല്ലേ? ഞാനൊക്കെയാണ് ഇടിച്ചേറ്റ്. ഈ ഒരു വണ്ടി മാത്രമേ അതുകൊണ്ടല്ലേ പിന്നെ ലൈനപ്പിലിടാത്ത. ഇത് നീ TD ഒക്കെ കളിക്കുന്നുണ്ടോ അളിയാ? ടർഫാണെന്ന് തോന്നുന്നു. കാണാൻ സാധിച്ചു. എല്ലാത്തെങ്കിലും മലയിലും അല്ലേ? എല്ലാരും അടിച്ചു. എന്റെ നെറ്റ് വീണ്ടും പോകാൻ തോന്നുന്നു. ലൈവ് എത്തിയോടാ? നടക്കുന്ന ഒരു വണ്ടി ഏരിയയിലുള്ളത്. ബാക്കിയുള്ള OGയുടെ വണ്ടികൾ ലൈവ് കത്തിയോ? ഇല്ലല്ലോ, കത്തിയിട്ടില്ലല്ലോ. ഈ ഒരു ഏരിയയിൽ OGയുടെ പ്ലേസ് എല്ലാം ബൈ ഫുഡ്. യെസ്, അങ്ങനെ OGയുടെ ഒരു അഗ്രഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ഏരിയയിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവരെന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. നല്ല രീതിയിൽ സ്പ്രേ വരുന്നുണ്ട് അവർക്ക്. ഒരു വണ്ടി പിക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. ആ വണ്ടിയിലുള്ള ആൾക്കാർ ഡൗൺ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. OG പുത്തമ്പേട്ടിൽ ഡൗൺ ആയിരിക്കുകയാണ്. ക്രിസ്റ്റി ജൂടെടുത്ത് വെക്ക്, ലെക്സ് എടുത്ത് വെക്ക്, ജൂടെടുത്ത് വെക്ക്. ജൂഡ് ഒരെണ്ണം തന്നെ, ഒരു വെക്ക് തന്നെ. ഇവിടെ OGയുടെ ബാക്കിയുള്ള പ്ലേയേഴ്സ് ഇവിടെ OG മുഫാസ ഒറ്റയ്ക്ക് വണ്ടിയിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഒറ്റയ്ക്ക് വഴിവിട്ട് എന്താടാ
ഹലോ സൗണ്ട് ഉണ്ട്. ലൈവ് പോയി ലൈവ് പോയോ? ബഫർ തിരിച്ചു. അളിയ അത് നിന്റെ ബ്രാവോടെ ലൈവ് ബഫർ ആവുന്നതാണ്. നീ ബഫർ ആവുന്നില്ല. അവര് തിരിച്ചു പോയൊരു കാര്യം. പക്ഷേ അവിടെ ഒരു പിക്ക് എടുത്തിട്ടാണ് ബ്രാവോടെ live ആണോ? ഇരിക്കുന്നത്. കളി തീർന്നാ? കളി കഴിഞ്ഞോ? ഇല്ല. കുട്ടിദാസ്, മോൻ മാർട്ടിൻ, സാൽ പിആർഎഫ്, നിക്കു ജോയ്, നിന്റെ ലൈവ് പോണതല്ല ബ്രാവോടെ ഇത് ബഫർ ആവില്ല. മാറുണ്ണി എല്ലാവർക്കും നല്ല രീതിയിൽ വെടി വരുന്നുണ്ട്. അവര് റൊട്ടേറ്റ് ചെയ്ത് കുട്ടിദാസിനെ നീൽ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. കുട്ടിദാസ് നീൽ ഫൈറ്റ് ജയിച്ചിരിക്കുന്നു. ജുഗ്രു ഇവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. മോൻസ് മാർട്ടിൻ ഇതെന്താടാ ഇത്? കേറി ഉടനെ നിര്യാതനായിരിക്കുന്നു. അളി അത് 180 ക്ലിക്ക് മാറുണ്ണി ഇനി രണ്ടുപേരുടെ ഇവിടെ നിക്കു ജോയ്സൺ സോൺ അലക്സ് അല്ല അവൻ വെളിയിൽ എന്തിനാണ് വീഡിയോമാണെങ്കിൽ ഇപ്പോ സോൺ എന്തായാലും കിട്ടൂല. എന്തായാലും റീവാർ വാറുണ്ണി വിളിച്ചോണ്ട് വരുന്നു നീലൻ. വാറുണ്ണി ഇതാരാ? ഹലോ അങ്ങനെ മണി ടർഫ് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. മണി ടർഫ് ഇങ്ങനെ മണി ടർഫ് കഴിഞ്ഞിരിക്കുകയാണ്. ഫ്ലോലെസ് നീ ഓട്ടോ ആക്കി ഇടുന്നോണ്ടാണ് ഇതിങ്ങനെ ബഫർ ആവുന്നത്. ഇപ്പൊ ഒരു കിക്ക് കൊറേ നാളായിട്ട് ഉണ്ടാവും, അറിയത്തില്ല. ജി വെൽ പ്ലേഡ്. ജി ആരുമില്ലല്ലോ. അങ്ങനെ ബാക്കിന്നോ ഫ്ലോലെസ് അല്ലേ? ഒരാൾ പോയോ? ഒരാൾ ഡൗണോ? ആര് ഡൗണോ? നമ്മുടെ പറഞ്ഞടിക്കണേ നമ്മുടെ രണ്ടുപേര് ഡൗണോ? ഇല്ലല്ലോ, 1 ഡൗൺ ആണെന്ന് തോന്നുന്നു. ഫ്ലോലെസ് ആണ്. അങ്ങനെ ആരാ മരിച്ചേ?